ഞായറാഴ്ച ദിവസങ്ങളിൽ ഇക്കാക്കാക്ക് ചോറ് കൊണ്ടുപോകാൻ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ എണീക്കാറുണ്ട്. അന്നേ ദിവസം തന്നെ കല്യാണങ്ങളുണ്ടെങ്കിലും ഒന്നും കൂടി നേരത്തെ എണീക്കും കേട്ടോ. കാരണം കല്യാണത്തിന് പോകുമ്പോഴത്തേന് നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലതും ആവണ്ടേന്ന് വിചാരിച്ച് നേരത്തെ എണീക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇക്കാക്കാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് മാത്രം വെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. കറികളൊക്കെ നേരാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാന്തൾ തപ്പ് പോലെ ഇട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. കാരണം കൂടുതൽ കറി ഒരുപാട് ഇഷ്ടമല്ല. അപ്പോൾ തപ്പ് പോലെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അതൊരു പാത്രത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇക്കാക്കാക്ക്. പിന്നെ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും മീൻ മൂപ്പരെ മെയിൻ സാധനമാണ് കേട്ടോ. മീനില്ലാതെ മൂപ്പർക്ക് ചോറ് തിന്നാൻ വയ്ക്കൂല. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് 2-3 കഷ്ണം മീൻ ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സമാധാനത്തിനാണ് കേട്ടോ. അത് ചിലപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ചിലപ്പോൾ അധികമായിരിക്കാം. അങ്ങനെ ഞാൻ 3 കഷ്ണം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിച്ചതുമാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. മീനും മുട്ടയും കൂടി ഒരുമിച്ച് കഴിക്കരുത് എന്നാണ് പറയുക. പക്ഷേ മൂപ്പർക്ക് അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനൊരു സംഭവം ഇല്ല. കാരണം എന്താ വെച്ചാൽ അവർ പറയാറെന്താണെന്ന് വെച്ചാൽ ഈ ചട്ടിച്ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ മുട്ടയും ഇറച്ചിയും എല്ലാതും മിക്സ് ആക്കിയിട്ടല്ലേ ഉണ്ടാവാറ്. അപ്പോൾ അതിൽ എല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ, അതിപ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും മൂപ്പർക്ക് അതൊരു ബുദ്ധിമുട്ടില്ല, പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാനൊരു മുട്ട പൊരിച്ചതും കൂടി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരു നെല്ലിക്ക കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 6:30 സമയമായപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് എളാപ്പാടെ കയ്യിൽ കൊടുക്കും കേട്ടോ. അവർ പിന്നെ അവിടുന്ന് ചോറ് ഇക്കാക്കാക്ക് കൊടുക്കുന്നത് ഒരു ഉച്ച സമയത്താണ്. ചോറ് ഇക്കാക്കാക്ക് കൈമാറുന്ന സമയം കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മിന്നുവിനെ നീപ്പിച്ചിട്ട് മദ്രസക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ നീച്ചിട്ടില്ല കേട്ടോ. സമയം 7 മണിയായി. ഇതുവരെ വെളിച്ചം പോലും വന്നിട്ടില്ല. ഒരു ഇരുട്ട് പോലെ. പല ഭാഗങ്ങളിലും മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എളാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിയിലൊക്കെ മഴ ഉണ്ട്. ഇക്കാക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ നല്ല മഴയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിന്നുവിനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, പിന്നെ ചായയും കൊടുത്തു. അത് കൊടുത്ത് ഓളെ പറഞ്ഞയച്ചിട്ടോ. മിന്നുവിനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞാൻ പുട്ടുണ്ടാക്കിയത്. അവൾ അങ്ങനെ കഴിക്കൂല കേട്ടോ. ഇപ്പോൾ ചിലപ്പം ഒരു മൂടാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടായി. ഇന്ന് ഞാൻ നിർബന്ധിച്ച് നോക്കി, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓളെ ഞാൻ അങ്ങനെ ഇപ്പാടെ കൂടെ പറഞ്ഞയച്ചു കേട്ടോ. ഇന്ന് ഇപ്പാണ് ഓളെ കൊണ്ടായത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ അവിടെ പോയി വന്നിട്ട് വേണം പിന്നെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പോൾ ചായക്ക് പോകുമ്പോൾ അങ്ങനെ മിന്നുവിനെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ മിന്നു ഉപ്പപ്പാടെ കൂടെ ആണ് പോയി. അത് കഴിഞ്ഞ് എല്ലാവർക്കും ചായ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചായ കുടിച്ചത്. അപ്പോൾ ഈ മമ്പയർ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നീച്ച ഉടനെ തന്നെ ഞാൻ ആദ്യം ചെയ്തത് മമ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് കറി വെച്ച്. കാരണം പിന്നെ കറി വെക്കാൻ ഒന്നും ബാക്കിലായ പിന്നെ ഭയങ്കര മടിയായിട്ടുണ്ടെങ്കിൽ കറി നന്നാവില്ല കേട്ടോ. അതാണ് എൻ്റെ ഒരു മെയിൻ സ്വഭാവം. ഫസ്റ്റ് തന്നെയാണ് നല്ല മൂഡിൽ നമ്മളതാണ് വെക്കുക വെച്ചാൽ കറി ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. അതുകൊണ്ട് കറി ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പുട്ടിക്ക് മമ്പയർ കറി വെച്ചപ്പോൾ. എപ്പോഴൊന്നും മമ്പയർ കറി വെക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ കടലയും പയറും ഒക്കെ സ്റ്റോക്ക് തീരുമ്പോൾ ഞാൻ മമ്പയറിട്ട് കറി വെക്കാറില്ല കേട്ടോ. പിന്നെ ഞങ്ങളെ വീട്ടിലെ മെയിൻ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ചക്ക. അപ്പോൾ എൻ്റെ പൊന്നു ചക്ക കണ്ട എപ്പോഴും കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവർക്ക് ദേഷ്യം വരികയാണ്. ഞങ്ങളങ്ങനെ കല്യാണത്തിന് പോയി. ഞാനും പൊന്നുമാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. സ്വത്തും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഐഷു വന്നതുകൊണ്ടും മിന്നു ഇല്ല പറഞ്ഞു. അല്ലെങ്കിൽ ആദ്യം മദ്രസക്ക് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്രസ ഞാനില്ല കേട്ടമ്മ, ഞാൻ പോരൂല, എന്നും എല്ലാ ആഴ്ചയും കല്യാണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓളില്ല എന്ന് പറഞ്ഞു. പിന്നെ ഐഷു വന്നപ്പോൾ തീരെ ഇല്ല. അവർക്ക് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അവരില്ല. ഞാൻ പോകുമ്പോൾ തുടങ്ങിയ കളി വരുമ്പോഴും തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ. ബസ്സിൽ നിന്ന് നഖം തട്ടിയതാണ് മിന്നുവിൻ്റെ മുഖത്ത്. കുറേയൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഓളങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. പെട്ടെന്നാണ് ദേഷ്യം വരുന്നില്ല, എപ്പോഴെങ്കിലും ഒരു മൂടാണ് കേട്ടോ മിന്നുവിന്. അങ്ങനെ എനിക്ക് മിന്നു ഒരു കുരുന്ന് തന്നു. മദ്രസയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക്
ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മളെ എന്താണ് പറയുക, എന്താണ് ഇതിനൊരു പേര് കഥാപുസ്തകം. ഞങ്ങൾ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. അല്ല കുരുന്ന് ബാലരമ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. കഥാപുസ്തകം ഉണ്ടോ കഥാപുസ്തകം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഞാൻ എല്ലാ മാസത്തിലാണോ ആഴ്ചയിലാണോ ഇത് വന്നിരുന്നത് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ പിന്നെന്താ ഞാൻ എല്ലാ പുസ്തകങ്ങളും മുടങ്ങാതെ വായിച്ചിരുന്നു. മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പലരും വാങ്ങിയ കുട്ടികളെ അടുത്തുനിന്ന് മേടിച്ചിട്ട് വായിക്കുമായിരുന്നു ഞാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു ബാലരമ. എൻ്റെ പൊന്നു, ബാലരമ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ച് വാങ്ങും. വേറെയുള്ള പിന്നെ പുസ്തകങ്ങളോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. ബാലരമ അതൊരു വീക്ക്നെസ് ആയിരുന്നു. അതിൽ ലാസ്റ്റ് പേജ് ഉണ്ടായിരുന്നൊരു കഥ, അത് ഏത് പുസ്തകത്തിലാണെന്നറിയില്ല, ഒരു ശുപ്പാണ്ടി കഥ ഉണ്ടായിരുന്നു. അതെൻ്റെ ഒരു പ്രത്യേക വീക്ക്നെസ് ആയിരുന്നു. എനിക്ക് ഈ തങ്ക് കോമഡി അങ്ങനത്തേതിനോടാണ് കേട്ടോ ഭയങ്കര താല്പര്യം. അന്നത്തേക്കായി ഒരുപാട് പേജുകൾ കൂടി എഴുത്തുകാർ കൂടി ഇതാ ലാസ്റ്റ് പേജിൽ തഗ് വീണ്ടും ഉണ്ട്. അത് വേറെ എന്തൊക്കെയോ ആണ്, ഏതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കാലങ്ങൾ ഒരുപാട് 10-20 വർഷം കഴിഞ്ഞത് ഇന്നലെ നടന്ന പോലെ തോന്നും. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.